എക്സിനെതിരെ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് ഇലോൺ മസ്ക്. ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ ഇതിനു പിന്നിലുണ്ടെന്നും മസ്ക് തുറന്നടിക്കുന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെ പലയിടത്തും ഇപ്പോഴും എക്സ് പ്രശ്നം നേരിടുന്നുണ്ട്. എക്സിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായതായി ഇലോൺ മസ്ക് പറയുന്നു. ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ ദിവസവും ആക്രമിക്കപ്പെടുന്നു. ധാരാളം സന്നാഹങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ഒന്നുകിൽ വലിയ ഏകോപിത സംഘം അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ ഇതിനു പിന്നിലുണ്ട്. കാരണക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും മസ്ക് എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം 3 തവണ ഇന്റർനെറ്റ് തടസ്സപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഓരോ തടസ്സവും 1 മണിക്കൂറോളം നീണ്ടു. ഡൗൺ ഡിറ്റക്ടർ പറയുന്നതനുസരിച്ച് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് തടസ്സങ്ങൾ കണ്ടത്. ഇന്ത്യൻ ഉപയോക്താക്കൾ ഏകദേശം 2200 റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തി. വൈകിട്ട് 7:30 വീണ്ടും 1500 റിപ്പോർട്ടുകൾ വന്നു. രാത്രി 9 മണിയോടെയും പ്രശ്നങ്ങൾ നേരിട്ടു. 52% പ്രശ്നങ്ങളും വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. 41% ആപ്പുമായി ബന്ധപ്പെട്ടതും 8% പ്രശ്നങ്ങൾ സെർവർ കണക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്നാണ് വിവരം. 2022 $44 ബില്യൺ എക്സിനെ മസ്ക് സ്വന്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. ഓഹരി വിപണിയിലേക്ക് ചുവടുവെക്കുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവ്. കഴിഞ്ഞ വർഷം ഇത് 43.5 ലക്ഷമായിരുന്നെങ്കിൽ ഈ വർഷം ഇത് 22.6 ലക്ഷം മാത്രമാണ്. സെൻസെക്സിലും നിഫ്റ്റിയിലും ഉണ്ടായ ഇടിവ് ഇതിനൊരു പ്രധാന കാരണമായി എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 21 മാസത്തിനിടയിലെ ഏറ്റവും വലിയ കുറവാണിത്. ഓഹരികളിൽ നിക്ഷേപം നടത്താൻ അനിവാര്യമായ ഡിജിറ്റൽ അക്കൗണ്ടാണ് ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് അഥവാ ഡിമാറ്റ് അക്കൗണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം കുറയുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പുതുതായി 44.7 ലക്ഷം പേർ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ഒക്ടോബറിൽ എണ്ണം 33.4 ലക്ഷമായി. ഈ വർഷം ജനുവരിയിൽ 28.3 ലക്ഷമായും കുറഞ്ഞു. അതേസമയം ഓഹരി വിപണിയിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഉൾപ്പെടെ ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും ഏതാനും മാസങ്ങളായി ഓഹരി വിപണി നേരിടുന്ന തളർച്ചയും പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് തടയിട്ടുവെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. സെൻട്രൽ ഡെപ്പോസിറ്റി സർവീസ്, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി എന്നിവയിൽ നിന്നുള്ള കണക്ക് പ്രകാരം ആകെ 19.04 ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇന്ത്യയിലുള്ളത്. ജനുവരിയിൽ ഇത് 18.81 കോടിയായിരുന്നു. 2025 ഇതുവരെ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 4.5% ഇടിവും നേരിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. ലഹരിക്കെതിരെ കടുത്ത നടപടിയുമായി കേരള പോലീസ്. ലഹരി കടത്തിയാൽ ഇനി മുതൽ സ്വത്ത് കണ്ടുകെട്ടും. ഈ സ്വത്ത് ലഹരി ഇടപാടിലൂടെ കിട്ടിയതല്ലെന്ന് പ്രതി തെളിയിക്കുകയും വേണ്ടിവരും. സ്ഥിരം വിൽപ്പനക്കാരെ കരുതൽ തടങ്കലിലാക്കുമെന്നും കേരള പോലീസ് പറയുന്നു. ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ പോലും കർശന നടപടി സ്വീകരിക്കാൻ ക്രമസമാധാന വിഭാഗം ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം നിർദ്ദേശിച്ചു. NDPS നിയമത്തിലെ 68F വകുപ്പ് പ്രകാരമാകും സ്വത്തുക്കൾ കണ്ടുകെട്ടുക. കണ്ടുകെട്ടിയ സ്വത്ത് ലഹരി ഇടപാടിലൂടെ സമ്പാദിച്ചതല്ലെന്ന് പ്രതി തെളിയിക്കണം. പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളുമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ലഹരിക്കടത്ത് തടയാൻ നടപടിയെടുക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന പാഴ്സലുകൾ പ്രത്യേകം നിരീക്ഷിക്കും. DJ പാർട്ടികൾ നിരീക്ഷിക്കും. ലഹരിയുമായി ബന്ധപ്പെട്ട് വിചാരണയിലുള്ള കേസുകളുടെ സ്ഥിതിയും പരിശോധിക്കും. ബീറ്റ് പോലീസ് ഓഫീസർമാർ മുഖേന റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച് അവബോധം നടത്തും. അതേസമയം 5 ദിവസത്തിനിടെ എക്സൈസ് റെയ്ഡിൽ പിടികൂടിയത് 56.9 ഗ്രാം MDMA, 21.11 ഗ്രാം മെത്താഫിറ്റാമിൻ, LSD നൈട്രോസെഫാം ടാബ്ലറ്റ്, 10.2 ഗ്രാം ഹെറോയിൻ, 4 ഗ്രാം ചരസ്, 2.05 ഗ്രാം ഹാഷിഷ്, 23.7 ഗ്രാം ഹാഷിഷ് ഓയിൽ, 77.8 കിലോഗ്രാം കഞ്ചാവ് എന്നിങ്ങനെയാണ്. 2 ആഴ്ചക്കിടെ പോലീസും 1.664 കിലോഗ്രാം MDMA, 180 കിലോഗ്രാം കഞ്ചാവ്, 2824 കഞ്ചാവ് ബീഡികൾ എന്നിവയും പിടികൂടി. 3821 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 3964 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. വിദ്വേഷ പരാമർശത്തിൽ ജാമ്യം കിട്ടിയതിനു പിന്നാലെ വീണ്ടും വിവാദ പരാമർശവുമായി PC ജോർജ്. ലവ് ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ നഷ്ടമായെന്നും ക്രിസ്ത്യാനികൾ തങ്ങളുടെ പെൺകുട്ടികളെ 24 വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ച് നൽകണമെന്നുമാണ് PCയുടെ പ്രസ്താവന.
ലവ് ജിഹാദ് പരാമർശത്തിന് തൊട്ടു പിന്നാലെയാണ് PC ജോർജിനെതിരെ കേസെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. യൂത്ത് ലീഗിന് പുറമെ ദിശ സംഘടനയും PC ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. PC ജോർജിന്റെ വർഗീയ പരാമർശം നടത്തുന്ന വീഡിയോ യൂട്യൂബ് ലിങ്ക് പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. വർഗീയ പരാമർശം നടത്തി കോടതി അലക്ഷ്യം നേരിടുന്ന ആളാണ് നിലവിൽ PC ജോർജ്. ലവ് ജിഹാദിന്റെ പേരിൽ ഒരു കേസ് പോലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും PC ജോർജ് മനഃപൂർവ്വം കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് പരാതിയിൽ പറയുന്നു. ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്തി കള്ളപ്രചാരണത്തിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. സമാനമായ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നതിനാൽ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകരുടെ തീരുമാനം. ലവ് ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ നഷ്ടമായെന്നായിരുന്നു PC ജോർജിന്റെ പ്രസ്താവന. ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ 24 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രസംഗത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നിലവിൽ PC ജോർജിനെതിരെ 3 പരാതികളാണുള്ളത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. സ്മാർട്ട് ഫോണിനെ സ്റ്റെതസ്കോപ്പിയാക്കിയാൽ എങ്ങനെയായിരിക്കും? UK-യിലെ മലയാളി സ്റ്റാർട്ടപ്പാണ് ഇത്തരത്തിലൊരു ആശയം അവതരിപ്പിച്ചത്. ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവ കണ്ടുപിടിക്കാൻ ഇനി സ്മാർട്ട് ഫോൺ മാത്രം മതി. UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലൈനക് AI എന്ന സ്റ്റാർട്ടപ്പ് മെഡിക്കൽ രംഗത്ത് പുതിയൊരു വിപ്ലവത്തിനാണ് തയ്യാറെടുക്കുന്നത്. സ്മാർട്ട് ഫോണുകളെ ഡിജിറ്റൽ സ്റ്റെതസ്കോപ്പാക്കി മാറ്റി ആസ്മ, മറ്റ് ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ എന്നിവ കണ്ടെത്താനും രോഗികൾക്ക് വീട്ടിൽ തന്നെ ചികിത്സ ലഭ്യമാക്കാനും സഹായിക്കുന്ന സാങ്കേതികവിദ്യയാണ് ലൈനക് വികസിപ്പിക്കുന്നത്. സ്മാർട്ട് ഫോണുകളെ ഡിജിറ്റൽ സ്റ്റെതസ്കോപ്പാക്കി മാറ്റി ആസ്മ, മറ്റ് ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ എന്നിവ കണ്ടെത്താനും രോഗികൾക്ക് വീട്ടിൽ തന്നെ ചികിത്സ ലഭ്യമാക്കാനും സഹായിക്കുന്ന സാങ്കേതികവിദ്യയാണ് ലൈനക് വികസിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഇത്. ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. കൊച്ചി സ്വദേശിയായ ഡോക്ടർ ജെയ്സ് ജോണും ആലപ്പുഴ സ്വദേശിയായ ആരതി വർഗീസും ചേർന്ന് 2022 സംരംഭത്തിന് തുടക്കം കുറിച്ചത്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച ലൈനക്കിന്റെ ഓർമ്മയ്ക്കായി കമ്പനിക്ക് അദ്ദേഹത്തിന്റെ പേര് തന്നെ നൽകി. ഡോക്ടർ ജെയ്സ് തമിഴ്നാട്ടിലെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ശേഷം UK-യിലെ കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് ഹെൽത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലും സേഷ്യൽസിലുമായി 10 വർഷത്തോളം ഡോക്ടറായി പ്രവർത്തിച്ചു. ആരതിയാകട്ടെ BTech, MTech എന്നിവയ്ക്ക് ശേഷം ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് PhD കരസ്ഥമാക്കി. IIT ബോംബെയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിരുന്നു. പിന്നീട് കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന് ചേർന്നു. ഗ്രാന്റുകളിലൂടെയും പ്രീസീഡ് ഫണ്ടിംഗ് റൗണ്ടിലൂടെയും മൊത്തം 6 ലക്ഷം പൗണ്ട് ഇവരുടെ സംരംഭം സമാഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചിയിൽ ലൈനക്കിന്റെ ഡെവലപ്മെന്റ് സെന്റർ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഇരുവരും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.